ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപിക കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ജയ് ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇസ്കോൺ മാംഗ്ലൂർ നടത്തുന്ന ലെവൽ 2 ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 17ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആകെ 18 അധ്യായമാണുള്ളത്. അപ്പൊ ഇത് ജ്ഞാനയോഗം എന്ന ആ അറിവിന്റെ ഭഗവാൻ നമുക്ക് അറിവുകൾ പകർന്നു തന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ 6 അധ്യായം കർമ്മയോഗമാണ്. കർമ്മം എങ്ങനെ ചെയ്യണം, ജനിച്ച കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല, ആർക്കും പറ്റില്ല. അപ്പൊ അതെങ്ങനെ ചെയ്യണം എന്നാണ് ആ ആദ്യത്തെ 6 അധ്യായത്തില് വിശദമായിട്ട് പറഞ്ഞു തന്നത്. പിന്നത്തെ 6 അധ്യായം ഭക്തിയോഗമാണ്. അത് വളരെ ഈ വിശേഷപ്പെട്ട സാധനങ്ങൾ വളരെ ഭദ്രമായിട്ട് വെക്കുന്നത് പോലെ, ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ തന്നെ മഹാഭാരതത്തിന്റെ ഏകദേശം നടുഭാഗത്താണ്. അതിൻ്റെ നടുഭാഗത്താണ് ഈ ഭക്തിയോഗത്തിനെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള ഭാവമാണ് ഭക്തി. അത് എങ്ങനെ വേണം പരിശീലിക്കാൻ എന്ന് ഭഗവാൻ പറഞ്ഞു തന്നു. പിന്നെ 13 മുതൽ 18 വരെയുള്ള ഭാഗമാണ് ജ്ഞാനം. അറിവ് നേടിയാൽ തന്നെ നമുക്ക് ജീവിതം ശരിയാവും. അപ്പൊ പിന്നെ ഭക്തിയിലേക്ക് തിരിയാൻ അത് സഹായിക്കും. അതിനുവേണ്ടി ജ്ഞാനയോഗം പറഞ്ഞു തരാണ്. ഒരാളെ എങ്ങനെ സാത്വികനാക്കി മാറ്റിയെടുക്കണം എന്നാണ്. അത് ആ ആളുടെ ജീവിത രീതിയിൽ കൂടെ, ഭക്ഷണക്രമത്തിലൂടെ, സകലതിലും അത് പ്രതിഫലിക്കണം. അപ്പം അതില് മുമ്പത്തെ അധ്യായത്തിൽ പറഞ്ഞു, ദേവനെന്നും അസുരനെന്നും ജനിച്ച ആൾക്കാർ മുഴുവനും ഈ 2 വിഭാഗത്തിൽ പെടുന്നതാണ്. നമ്മള് അസുര ഗുണങ്ങൾ ഇല്ലാതെ ദേവഗുണങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. അതിനുശേഷം പറഞ്ഞു ശ്രദ്ധയോട് കൂടി വേണം എല്ലാ കാര്യവും ചെയ്യാൻ. പിന്നെ അർജുനൻ ചോദിച്ചു, ശാസ്ത്രവിദ്യൊന്നും ഇല്ലാതെ അവരവർക്ക് തോന്നണ പോലെ ചെയ്യണത് എന്തുകൊണ്ടാണ് ചിലര് എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അത് അവരുടെ കുറ്റമല്ല. അവര് ജനിക്കുമ്പോ തന്നെ പൂർവ ജന്മ കർമ്മങ്ങള് അവരുടെ സൂക്ഷ്മ ശരീരത്തിൽ കൂടി അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ജന്മത്തിലേക്ക്. അതുകൊണ്ടാണ് അവർക്ക് ഓരോ തരത്തിലുള്ള സ്വഭാവം വരുന്നത്. പക്ഷെ അത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇത്ര ക്രൂരനും പിടിച്ചുപറിക്കാരനുമായിരുന്ന വാൽമീകി മാറിയില്ലേ, പിന്നെ നമുക്കൊക്കെ മാറാൻ ഒരു വിഷമമില്ല. വാൽമീകിയല്ല, രത്നാകരൻ എന്ന കാട്ടുകള്ളൻ മാറി വാൽമീകി. അതുപോലെയാണ്, ഒരു വിഷമവും ഇല്ല. പക്ഷെ വാൽമീകി എന്ത് ചെയ്തു? രാമ 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 ജപിച്ച് 100,000 വർഷങ്ങള് വെള്ളം പോലും കുടിക്കാതെ ഇരുന്നു. മേലുകൂടെ പാമ്പ് എഴഞ്ഞു പോണത് അറിഞ്ഞില്ല. വെയിലും മഴയും ഇരുട്ടും വെളിച്ചവും മാറി മാറി വന്നത് അറിഞ്ഞില്ല. കാട്ടാനകൾ ചിഹ്നം വിളിച്ചത് അറിഞ്ഞില്ല. മേല് മുഴുവനും പുറ്റു വന്ന് മൂടിയത് അറിഞ്ഞില്ല. അപ്പോ അതാ ശ്രദ്ധയാണ് കാണിക്കുന്നത്. അതുപോലുള്ള ശ്രദ്ധ വേണം. എന്നാലാണ് ഭഗവാനോട് ചേരാനായിട്ട് സാധിക്കുക എന്ന് പറഞ്ഞു വന്നു. അങ്ങനെ സാത്വികി, രാജസി,
താമസി എന്ന വിധത്തിലുള്ള 3 തരം കാര്യങ്ങളുണ്ട് ഓരോന്നിനും. പിന്നെ പറഞ്ഞു പൂജകൾ 3 തരത്തിലാണ് ഉള്ളത്. ചിലര് ദേവന്മാരെ പൂജിക്കും, അതാണ് സാത്വികമായിട്ടുള്ള പൂജ. യക്ഷസ്സുകളെയും രക്ഷസ്സുകളെയും രാജാക്കന്മാരെയും ഒക്കെ പൂജിക്കുന്നത് രാജസ പൂജയാണ്. എന്നാൽ താമസന്മാര് പ്രേതങ്ങളെയൊക്കെയാണ് പൂജിക്കുക. പിന്നെ കാമരാഗഫലാന്വിത ആണ് രാജസന്മാരുണ്ടാവുക. ശാസ്ത്രവിഹിതം ആണ് സാത്വികന്മാര് കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ആഹാരത്തിന്റെ കാര്യം പറഞ്ഞു, 3 തരത്തില് അതും ഉണ്ട്. ആരോഗ്യം ഒക്കെ ലഭിക്കണമെങ്കിൽ സാത്വിക ആഹാരം കഴിക്കണം. അത് ബലത്തിനെയും ആരോഗ്യത്തിനെയും സത്വഗുണത്തെയും വർദ്ധിപ്പിക്കും. മാത്രമല്ല സുഖ പ്രീതി വിവർദ്ധനം, സന്തോഷം ഉണ്ടാവും മനസ്സിന്, ശരീരത്തിന് ഒരു ആയാസം ഉണ്ടാവും, സുഖമുണ്ടാവും. ഒരു പിടിച്ച് കെട്ടിയ മാതിരി, അല്ലെങ്കിൽ വയറ്റിൽ മുഴുവനും ഗ്യാസ് വന്നെന്ന് അറിഞ്ഞ മാതിരി അങ്ങനെയൊന്നും തോന്നില്ല. എങ്ങനെ വേണം ഭക്ഷണം എന്നുള്ളതൊക്കെ പറഞ്ഞു. സ്നിഗ്ധമായിരിക്കണം, ഒരു മയമുള്ളതായിരിക്കണം, വല്ലാണ്ട് വരണ്ട ഉണങ്ങിയതൊന്നും കഴിക്കരുത്, കേടുകൂടാത്തതായിരിക്കണം, നാക്കിനും ഇഷ്ടമുള്ളത് ഹൃദ്യ ആയിരിക്കണം, രസ്യ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഗുണം ഉള്ളതും ആയിരിക്കണം എന്ന് പറഞ്ഞു. രാജസ ഭക്ഷണങ്ങൾ ഏതാണ്? കട്ടു അമ്ല ലവണ അത്യുഷ്ണ തീക്ഷ്ണ രൂക്ഷ വിദാഹിന, കയ്പ്, പുളി, ഉപ്പ്, ഉഷ്ണം, തീക്ഷ്ണം, രൂക്ഷം, അങ്ങനെയുള്ള കടുത്ത കാര്യം. എന്ത് എരിവാണെങ്കിൽ കടുത്ത എരിവ്, ഉപ്പാണെങ്കിൽ എത്ര ഇട്ടാലും മതിയാവില്ല, പുളിയാണെങ്കിൽ കുറച്ചും കൂടി പുളി അങ്ങനെ തോന്നും, ചൂടാണെങ്കിലും അതുപോലെ തന്നെ. അത് ദാഹം വീണ്ടും വീണ്ടും ഇങ്ങനെ ദാഹിപ്പിക്കും നമുക്ക്. അപ്പൊ അത് ആഹാരം ശരിയായിട്ടില്ല എന്നതാണ് പറയുക കാര്യം. അതിൻ്റെ ഫലമായിട്ട് ദുഃഖവും ശോകവും ആമയവും രോഗങ്ങളും വന്നേക്കും. പിന്നെ താമസാഹാരം യാതയാമം ഗതരസം, 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഉള്ളത്. അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആ സ്വാദ് പോയത് പഴകിയത് കൂടുതൽ കൂടുതൽ ഇങ്ങനെ വെച്ച് പാകം ചെയ്ത് അതിൻ്റെ ഗുണങ്ങളൊക്കെ കളഞ്ഞത് താമസാണ്. പിന്നെ ഉച്ഛിഷ്ടം, ദുർഗന്ധം ഉള്ളത്, അതൊക്കെ താമസാണ്, അതൊരിക്കലും കഴിക്കരുത് എന്ന് പറഞ്ഞു. പിന്നെ യജ്ഞങ്ങൾ 3 തരം ഉണ്ട് എന്ന് പറഞ്ഞു. അഫലാകാംക്ഷിഭിർ യജ്ഞം, ഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്നതാണ് സാത്വികമായിട്ടുള്ള യജ്ഞം. യഷ്ടവ്യം ഏതി മന, ഇത് ഞാൻ ചെയ്യേണ്ടതാണ് എന്ന് വിചാരിച്ചിട്ട് വേണം ചെയ്യാൻ, അങ്ങനെയുള്ള അതെൻ്റെ കടമയാണ് എന്ന് വിചാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും യജ്ഞം പോലെ നമ്മൾ ചെയ്യേണ്ടതാണ്. പിന്നെ അഭിസന്ധായതു ഫലം ദമ്പാർത്ഥം, ഞാൻ വലിയ ആളാണ്, 4 പേര് കാണട്ടെ ഞാൻ എന്തുമാത്രം പണം ചെലവാക്കുന്നുണ്ട് എന്നുള്ളത് അങ്ങനെ വിചാരിച്ചിട്ട് യജ്ഞം ചെയ്യുമ്പോൾ അത് രാജസമായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ യാതൊരു വിധികളും ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത്, ശാസ്ത്രം വിധിച്ചിട്ടുള്ളത് ഒന്നും ചെയ്യില്ല. അസൃഷ്ട അന്നം, അന്നദാനത്തിന് ആൾക്കാരെ വിളിച്ചു കൊണ്ടുവന്ന് ധാരാളം പേർക്ക് ഒരു നേരമെങ്കിലും ഭക്ഷണം വയറ് നിറയെ കൊടുക്കണം, അത് കൊടുക്കില്ല. ദക്ഷിണ കൊടുക്കില്ല. പൂജ ചെയ്തത് ഫലിക്കണമെങ്കിൽ പൂജാരിക്ക് ദക്ഷിണ കൊടുക്കണം. പിന്നെ ശ്രദ്ധാവിരഹിതം, വേണ്ടത്ര ശ്രദ്ധയൊന്നുമില്ല, കാട്ടിക്കൂട്ടലാണ് ഏറ്റവും പ്രധാനം, കുറെ ഫോട്ടോകൾ എടുക്കുക, അതൊക്കെയാണ്. അങ്ങനെയുള്ളതാണ് പരിചക്ഷതേ, അത് ചെയ്യരുത്. പിന്നെ പറഞ്ഞു തപസ്, അതല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്. വേദ ദേവദ്വിജ ഗുരുപ്രാജ്ഞ പൂജനം ശൗചമാർജവം ബ്രഹ്മചര്യം അഹിംസ ച ശാരീരം തപ ഉച്യതേ. തപസ് ശാരീരികമായ തപസ്സുണ്ട്, മാനസികമായ തപസ്സുണ്ട്, വാചികമായ തപസ്സുണ്ട്. തപസ് എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ആചരിക്കുന്നത് എന്നാണ്. തപിക്കണം, മനസ്സായാലും ശരീരമായാലും ഒക്കെ തപിക്കുക എന്ന് പറഞ്ഞാൽ അതിനെങ്ങനെ സുഖിപ്പിച്ചിരുന്നിട്ട് ഇങ്ങനെ സോഫയിലൊക്കെ ചാരിയിരുന്ന് നാമം ചൊല്ലണത് അത് തപസ്സല്ല. അതിനു മുമ്പേ പറഞ്ഞില്ലേ, ശരീരം, നട്ടെല്ല്, കഴുത്ത്, തല, ശിരസ്, ഇത് 3 നേർരേഖയിലാക്കണം. കാലുകള് ചമ്രം പടിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ സുഖമായിട്ട് ഏതെങ്കിലും തരത്തിലിരിക്കണം. കൈ മടിയിൽ തുറന്നു വെക്കണം. ശ്വാസം ദീർഘശ്വാസം എടുക്കണം.
മൂക്കിന്റെ അറ്റത്തേക്ക് അല്ലെങ്കിൽ ഭ്രൂമധ്യത്തിലേക്ക് ദൃഷ്ടി അല്ലെങ്കിൽ ശ്രദ്ധ കൊണ്ടുവരണം. അവിടെ ഭഗവാന്റെ രൂപത്തിനെ പ്രതിഷ്ഠിക്കണം മാനസികമായിട്ട്. എന്നിട്ട് വേണം ജപം നടത്താനായിട്ട്. അത്ര എളുപ്പമുണ്ടോ ഈ സോഫയിൽ നിന്ന് ഇങ്ങനെ ഓരോ ചിന്തകളോട് കൂടിയിട്ട് ചെല്ലണം മാതിരി? അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ അത്. അങ്ങനെ അതാണ്, അപ്പോഴാണ് അത് തപസ്സാവുക. ദേവ ദ്വിജ ഗുരു പ്രാജ്ഞ പൂജനം, അവരെയൊക്കെ പൂജിക്കണം. ദേവന്മാര്, ബ്രാഹ്മണന്മാര് എന്ന് പറഞ്ഞാല് ബ്രാഹ്മണ വീട്ടിൽ ജനിച്ചു കൊണ്ടോ പൂണുനൂലിട്ടത് കൊണ്ടോ അമ്പലത്തിലെ പൂജാരി ആയതുകൊണ്ടോ ബ്രാഹ്മണനാവില്ല. ഭക്തിയിലേക്ക് തിരിഞ്ഞ ബ്രഹ്മത്തിലേക്ക് ഭഗവാനെ അറിയാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളാവണം. ആളുടെ മുഖത്ത് എപ്പോഴും ഒരു തേജസ് ഉണ്ടാവും. ഈ സദ്ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് അയാൾക്ക് നല്ല അറിവുണ്ടാവും. ആചാരങ്ങളൊക്കെ വേണ്ടതുപോലെ ആയിരിക്കും. രാവിലെ 10 മണിയായാലും കുളിക്കില്ല, തോന്നിയ നേരത്ത് ഭക്ഷണം കഴിക്കും, തോന്നിയതൊക്കെ കഴിക്കും. അങ്ങനെയുള്ള ആൾ ഒരിക്കലും ബ്രാഹ്മണ വീട്ടിൽ ജനിച്ചാൽ പോലും ബ്രാഹ്മണനല്ല. അങ്ങനെയുള്ള ആള് ചണ്ടാല കുലത്തിലാണ് ജനിച്ചെങ്കിൽ അയാളെ പൂജിക്കണം. അതാണ് ദ്വിജന്മാർ എന്ന് പറയുന്നത്. ദ്വിജൻ എന്ന് പറഞ്ഞാൽ 2 ജന്മം ഉള്ള ആള് എന്നാണ്. ഒന്നാമത്തെ ജന്മം ജനിക്കുമ്പോൾ ഏതാണോ അമ്മയുടെ അച്ഛൻ്റെയും ഒക്കെ ആ സ്വഭാവത്തോടു കൂടി കുട്ടി ജനിക്കും. കുറച്ച് അറിവ് വെക്കുമ്പോൾ അവര് ഭഗവാനിലേക്ക് അടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് 2ാമത്തെ ജന്മാണ്. അതിനാണ് ദ്വിജന്മാര്. അങ്ങനെയുള്ളവരെ പൂജിക്കണം. പിന്നെ ഗുരുക്കന്മാര് നമുക്ക് വിദ്യ പകർന്നു തരുന്നത് ആരോ ആവട്ടെ, അവരെ പൂജിക്കണം. പിന്നെ ദേഹശുദ്ധി വരുത്തണം. ദേവ ദ്വിജ ഗുരു പ്രാജ്ഞ, അറിവുള്ളവര്, പൂജനം, അവരൊക്കെ പൂജിക്കണം. ശൗചം ആർജവം, അല്ല ദേഹശുദ്ധി വേണം, മനസ്സിനും ശുദ്ധി വേണം. പിന്നെ ബ്രഹ്മചര്യം അഹിംസ. ബ്രഹ്മചര്യം ഭഗവാന്റെ ആധ്യാത്മിക കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനായിട്ട് ശ്രദ്ധ ഉണ്ടാവണം. അതാണ്, അല്ലാതെ വിവാഹം കഴിക്കാതിരിക്കണേനല്ല ബ്രഹ്മചര്യം എന്ന് ഭഗവത്ഗീതയിൽ പറയണത്. പിന്നെ അഹിംസ, ഇത്ര പ്രാവശ്യം പറഞ്ഞു തന്നെയാണ്. അഹിംസ എന്ന് പറഞ്ഞാല് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ പോലും ഒരാളെ വേദനിപ്പിക്കരുത്. അത് മാത്രല്ല, മനസ്സിൽ പോലും അയാൾക്ക് അങ്ങനെ വേണം എന്നുള്ള ആ ഒരു ദുശ്ചിന്ത വരാൻ പാടില്ല. അല്ലാതെ കഴുത്ത് മുറിക്കുന്നത് മാത്രല്ല അഹിംസ. അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ വളർത്തി എടുക്കണം. അതാണ് ശാരീരം തപ ഉച്യതേ. ഇതൊക്കെയാണ് ശാരീരികമായിട്ടുള്ള തപസ് എന്ന് അറിഞ്ഞാലും. പരമപുരുഷൻ, ബ്രാഹ്മണൻ, ആധ്യാത്മിക ആചാര്യൻ, മാതാപിതാക്കള്, അവരെയും പൂജിക്കണം. യഥാർത്ഥത്തിലുള്ള ആ മാതൃസ്ഥാനം അർഹിക്കുന്ന അമ്മയെ, അല്ലെങ്കിൽ അതുപോലെ നമ്മളെ സംരക്ഷിക്കുന്ന അച്ഛനെ, അവരെയൊന്നും തള്ളിക്കളയരുത്. ചിലപ്പോൾ അവർക്ക് നമ്മളുടെ അത്ര വിദ്യാഭ്യാസം ഉണ്ടായെന്ന് വരില്ല. അവര് ചിലപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് വരും. ഞങ്ങൾ അത്ര ബുദ്ധിമുട്ടിയിട്ടാണ് നിങ്ങളെ വളർത്തിയതെന്നൊക്കെ അവര് പറഞ്ഞേക്കാം. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള ആ സ്നേഹം, അവരുടെ ആ പ്രയത്നം, അവരുടെ കാലത്തുണ്ടായിരുന്ന ആ സൗകര്യങ്ങളുടെയൊക്കെ കുറവ്, അവര് പണത്തിനൊക്കെ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ നന്നാവണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തില് അവരവരുടെ സുഖങ്ങൾ പലതും വേണ്ടാന്ന് വെച്ചവരാണ്. അവരെ തീർച്ചയായിട്ടും ആരാധിക്കണം. അവരെ ആരാധിക്കാണ്ട് വല്ലയിടത്തും കിടക്കുന്ന ആൾക്കാരെ ആരാധിച്ചാൽ ഭഗവാൻ സന്തോഷിക്കില്ല. ഉള്ളൂര് എഴുതിയിട്ടുണ്ട്, അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. അനുജൻ എന്ന് പറഞ്ഞാല് സ്വന്തം അമ്മയുടെ വയറ്റിൽ വന്ന ആളൊന്നുമില്ല, നമ്മളുടെ സഹജീവി. ആ ആളെന്തെങ്കിലും പറയുകയോ അർഹിക്കുന്നത് പോലെ നമുക്ക് കഴിയുന്നത് പോലെ അയാളെ ശ്രദ്ധിക്കുകയോ സേവനം, അയാൾക്ക് എന്തെങ്കിലും അന്നദാനോ ധനം ആയിട്ടോ എന്തെങ്കിലും ചെറിയ ഒരു സഹായം, അയാളുടെ സങ്കടം ഒരു ലേശമെങ്കിലും കുറയ്ക്കുന്ന വിധത്തില് നമ്മൾ പെരുമാറണം. അങ്ങനെ ചെയ്താലേ ഈശ്വരൻ ആ ആൾക്ക് അനുഭവത്തിൽ വരുള്ളൂ എന്നാണ്. അങ്ങനെ പരമപുരുഷൻ, ബ്രാഹ്മണൻ, ആധ്യാത്മിക ആചാര്യൻ, മാതാപിതാക്കൾ തുടങ്ങിയ ആളുകളെയൊക്കെ ആരാധിക്കണം എന്നാണ്. പിന്നെ ദേഹശുദ്ധി ഉണ്ടാവണം.
ലാളിത്യം ഉണ്ടാവണം. കുറേ അധികം ഡ്രസ്സ് വാങ്ങി തന്നെ പിന്നെയും വാങ്ങി കൂട്ട വെക്കാൻ സ്ഥലമില്ലാണ്ടാവുക, കുറെ കളയുക, അങ്ങനെ ആവരുത്. ലളിതമായിട്ടുള്ള ജീവിതം നയിക്കണം. ബ്രഹ്മചര്യം, ഭഗവാനിലേക്ക് അടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അഹിംസ, ആരെയും ദ്രോഹിക്കാതിരിക്കണം. ഇതിനെയാണ് ശാരീരികമായ തപസ് എന്ന് പറയുന്നത്. അതിന്റെ കൂട്ടത്തില് നമസ്കാരമുണ്ട്. ആണുങ്ങളാണെങ്കിൽ ദണ്ഡ നമസ്കാരം എന്നാണ് പറയുക. ദണ്ഡം പോലെ വീണ് കിടന്ന് നമസ്കരിക്കണം. അഷ്ട അംഗങ്ങളും തറയിൽ മുട്ടിച്ചിട്ട് നമസ്കരിക്കണം. സ്ത്രീകളാണെങ്കിൽ പഞ്ചാംഗ നമസ്കാരമാണ് ഉള്ളത്. ഇങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്. നമസ്കരിക്കുമ്പോൾ ഭഗവാൻ മുന്നിൽ നിൽക്കുന്നുണ്ട് എന്നും ഭഗവാന്റെ പാദത്തിലാണ് ഞാൻ നമസ്കരിക്കുന്നതെന്നും എൻ്റെ സകല അഹങ്കാരവും ഉണ്ടെങ്കിൽ ഞാൻ അതൊക്കെ കളയുന്നു എന്ന് വിചാരിച്ചിട്ട് വേണം നമസ്കരിക്കാൻ. 15ാമത്തെ ശ്ലോകം. അനുദ്വേഗകരം വാക്യം സത്യം പ്രിയം ഹിതം ചയത് സ്വാധ്യായാഭ്യസനം ചൈവ വാങ്മയം തപ ഉച്യതേ. നമ്മളുടെ വാക്കുകൊണ്ട് ആർക്കും വിഷമം ഉണ്ടാവരുത്. അനുദ്യോഗകരാണ്. ആർക്കും ഒരു ക്ഷോഭം അല്ലെങ്കിൽ വിഷമം നമ്മളുടെ മുന്നിലേക്ക് വരാൻ ഒരു മടി, എന്തൊക്കെ പറയാവോ എന്ന് വിചാരിച്ചിട്ടുള്ള ആ ഒരു വിഷമം ആർക്കും ഉണ്ടാവരുത്. അതിനെയാണ് അനുദ്യോഗകരം. നമ്മളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കേൾക്കാൻ ഇഷ്ടം തോന്നണം. അങ്ങനത്തെ വാക്കുകൾ നമ്മൾ പറഞ്ഞാൽ അത് ഒരു തപസ് തന്നെയാണ്. സത്യമായിരിക്കണം പറയണത്, തോന്നിയത് പറയാൻ പാടില്ല. പ്രിയം ആവണം, ഹിതം ആകണം, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നതാവണം. അല്ലാണ്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ, സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് എന്നാ അസത്യം അപ്രിയം. അപ്രിയമായിട്ടുള്ള സത്യമായാലും കഴിവതും അത്യാവശ്യം ഇല്ലെങ്കിൽ അത് പറയാതിരിക്കണം. പറയുമ്പോൾ ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം കിട്ടിയെന്ന് വരും. പക്ഷെ അത് കേൾക്കണ ആൾക്ക് അപ്രിയാണെങ്കിൽ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലെങ്കിൽ നമുക്കും ഗുണമില്ല, കേൾക്കണ ആൾക്കും ഗുണമില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കണം. സ്വാധ്യായ അഭ്യസനം. സ്വാധ്യായം എന്ന് പറഞ്ഞാൽ എന്താ? ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിക്കാം. ഭഗവത്ഗീത, ഭാഗവതം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണം. പിന്നെ അടുത്തതായിട്ട് വേദങ്ങള്, മഹാഭാരതം, അതൊക്കെ പഠിക്കാം. അങ്ങനെ സ്വാധ്യായം അഭ്യസനം ചൈവ വാങ്മയം തപ ഉച്യതേ. ഇതൊക്കെയാണ് വാക്മയമായിട്ടുള്ള, വാചികമായിട്ടുള്ള, വാക്കുകൊണ്ടുള്ള തപസ്. അതാണ്. അപ്പൊ എന്താ, കേൾക്കുന്നവർക്ക് ഹിതമുണ്ടാവണം. നമ്മളുടെ നാക്ക് കൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് ആർക്കെങ്കിലും ഉപകാരമുള്ളതാവണം. അതല്ലെങ്കിൽ നാമം ജപിച്ചാൽ മതി. ആവശ്യമില്ലാത്തത് പറഞ്ഞ് നമ്മളുടെ ശക്തിയും സമയവും കളയേണ്ട ആവശ്യമില്ല. അതാണ് അനുദ്വേഗകരം വാക്യം സത്യം പ്രിയ ഹിതം ചയത് സ്വാധ്യായ അഭ്യസനം ചൈവ വാങ്മയം തപ ഉച്യതേ. ഇങ്ങനെയല്ലേ തപസ്സൊക്കെ നമ്മളും ചെയ്യാറുണ്ട് അല്ലേ? പിന്നെ മാനസ തപസ് എന്താണ്? മനഃപ്രസാദം സൗമ്യത്വം മൗനം ആത്മവിനിഗ്രഹ ഭാവസംശുദ്ധി ഇത്യേതത് തപോ മാനസമുച്യതേ. സംതൃപ്തി, അതുകൊണ്ട് ഒരു മനസ്സിനൊരു പ്രസാദം വരും. എന്ത് പണി, ചെറിയൊരു ഇപ്പൊ മുറ്റം അടിച്ചു വാരലാണെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലും ഭക്ഷണം കഴിച്ച സ്ഥലം വൃത്തിയാക്കുകയാണെങ്കിലും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മനസ്സിനൊരു തൃപ്തി ഉണ്ടാകും. അതിനെയാണ്, അത് ഈ മാനസ തപസ്സിൽ പെടുന്നതാണ്. അപ്പൊ നിങ്ങൾ ചെയ്തത് ശരിയായി, ഭഗവാൻ അതിൽ പ്രീതനായി എന്നാണ്. പിന്നെ സൗമ്യത്വം, എല്ലാവരോടും ഒരു സൗമ്യഭാവം. ചാടിക്കടിച്ചതുപോലെ സംസാരിക്കാൻ പാടില്ല, നമുക്ക് തന്നെയാണ് അത് എതിരായിട്ട് വരിക. അതുകൊണ്ട് സൗമ്യമായിട്ടുള്ള ഭാവം ഉണ്ടാക്കണം. നമ്മളോട് ഭഗവാൻ എത്ര സൗമ്യമായിട്ടാണ് ജീവിതം നമുക്ക് തന്നിട്ടുള്ളത്. ഭഗവാന്റെ മുഖത്ത് എപ്പോഴെങ്കിലും ഒരു അതൃപ്തി അല്ലെങ്കിൽ ദേഷ്യം നമുക്ക് കാണാൻ പറ്റിയിട്ടില്ലല്ലോ. സദാ പുഞ്ചിരിക്കുന്ന മുഖം. അതുപോലെ സൗമ്യഭാവം കയ്യിൽ മുഖത്ത് വരുത്തണം. മൗനം, മൗനം എന്ന് പറഞ്ഞാല് അത്യാവശ്യം ഉള്ളത് മാത്രം സംസാരിക്കുക, ആവശ്യമില്ലാത്തത് സംസാരിക്കാനും കേൾക്കാനും പോകണ്ട. കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിലൊരു ഇഷ്ടമൊക്കെ തോന്നും, പക്ഷെ അത് വേണ്ട. നമ്മളുടെ ശക്തിയെ അത് ചോർത്തിക്കളയും. ആത്മവിനിഗ്രഹം, നമ്മളുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ നമ്മൾ നിയന്ത്രിക്കണം. ഭാവസംശുദ്ധി, സ്വഭാവശുദ്ധി, ഇതൊക്കെ മാനസ തപസ്സാണ് എന്ന് അറിയുക. മനഃപ്രസാദ സൗമ്യത്വം മൗനം ആത്മവിനിഗ്രഹ
ഭാവസംശുദ്ധിരിത്യേതത് തപോ മാനസമുച്യതേ. ഇതാണ് മാനസികമായ തപസ് എന്ന് അർജുന അറിയുക. ഇനി 17ാമത്തെ ശ്ലോകം. ശ്രദ്ധയാ പരയാ തപ്തം തപസ്തത് ത്രിവിധം നരൈ അഫലാകാംക്ഷിഭിർയുക്തൈ സാത്വികം പരിചക്ഷതേ. അപ്പം തപസ് സാത്വികം, രാജസം, താമസികം എന്ന് പറയുന്നതിന് മുൻപേ തപസ് 3 തരത്തിലുണ്ടെന്നും വാക്കുകൊണ്ടുള്ള തപസ്, മനസ്സുകൊണ്ടുള്ള തപസ്, ശരീരം കൊണ്ടുള്ള തപസ് എന്താണെന്ന് പറഞ്ഞു. ഇനി അതിൽ തന്നെ സാത്വിക തപസ് ഏതാണ്? ശ്രദ്ധയാ പരയാ തപ്തം, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ. ത്രിവിധം നരൈ അഫലാകാംക്ഷിഭിർയുക്തൈ, 3 തരത്തിലുണ്ട്. അതിൽ തന്നെ അഫലാകാംക്ഷി, ഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്നത്, അതാണ് ഭഗവാന് വേണ്ടി ഞാൻ ചെയ്യുകയാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ അമ്പലത്തിൽ പോയിട്ട് ഞാൻ 7 പ്രദക്ഷിണം വയ്ക്കാം, അതിന് പകരം ഭഗവാൻ എനിക്ക് അങ്ങനെ ചെയ്തു തരണം എന്ന് വിചാരിക്കാതെ ഭഗവാനെ, ആ അഖില ലോകത്തിൻ്റെയും നാഥനെ ഞാൻ നമസ്കരിക്കുന്നു, അദ്ദേഹത്തിനെ ഞാൻ പ്രദക്ഷിണം വയ്ക്കുന്നു എന്ന് വിചാരിച്ചിട്ട് വേണം പ്രദക്ഷിണം വയ്ക്കാനായിട്ട്. അങ്ങനെ പരമപുരുഷന് വേണ്ടി ചെയ്യുന്നതായിട്ട് ചെയ്താൽ അതാണ് എന്ത് സാത്വികമായിട്ടുള്ള തപസ് എന്ന് അറിയുക. ശ്രദ്ധയാ പരയാ തപ്തം, പരമശ്രദ്ധയോടുകൂടി ചെയ്യുമ്പോൾ, അഫലാകാംക്ഷിഭിർയുക്തൈ, ഫലത്തിന് വേണ്ടിയിട്ടല്ലാതെ ഭഗവാന് വേണ്ടി ചെയ്യുമ്പോൾ, സാത്വികം പരിചക്ഷതേ. അപ്പോൾ അങ്ങനെയുള്ള വാക്ക് പറയുമ്പോഴും അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുമ്പോഴും മനസ്സിൽ ചിന്ത അങ്ങനെ വരുമ്പോഴും ഇത് എനിക്ക് വേണ്ടിയല്ല, ഭഗവാന് വേണ്ടി എന്ന് വിചാരിച്ചിട്ട്, എന്നെ സൃഷ്ടിച്ച ഭഗവാൻ ഇതുകൊണ്ട് സംതൃപ്തനാകണം എന്ന് വിചാരിച്ച് ചെയ്യുമ്പോൾ അത് സാത്വികമായ തപസ്സാകുന്നു. 18. സൽക്കാരമാന പൂജാർത്ഥം തപോദംഭേന ചൈവ യത് ക്രിയതേ തദിഹ പ്രോക്തം രാജസം ചലം അധ്രുവം. ബഹുമതിയും ആരാധനയും നേടാനോ അഹങ്കാരം കൊണ്ടോ ചെയ്യപ്പെടുന്ന തപസ്. അവരും വേണ്ട പോലെയൊക്കെ ചെയ്യും, പക്ഷെ അത് പ്രയത്നം നടത്തുന്ന കാര്യം പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ള സമൂഹത്തിന്റെ ബഹുമതി കിട്ടണം, നിങ്ങൾ വലിയ ആളാണ് എന്നുള്ള ഒരു പേര് കിട്ടണം, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ എപ്പോഴും വന്ന് നല്ല മുഖസ്തുതിയൊക്കെ പറയും, അത് കേൾക്കാൻ, അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ട് ഞാൻ വലിയ ആളാണെന്നുള്ള ഒട്ടും ചേരാത്ത ഭാവം കൊണ്ട് അങ്ങനെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും രാജസമാണ്. അതിൻ്റെ ഫലം അധ്രുവമാണ്, ഒരു നിലനിൽപ്പും ഇല്ല. അതുകൊണ്ട് എന്തെങ്കിലും സന്തോഷം കിട്ടിയാലും അത് ഉടനെ തന്നെ പോയിപ്പോവും. അതാണ് അധ്രുവം, വേഗം തന്നെ, ഉറപ്പില്ലാത്തതാണ്, അത് പോകും. 19ാമത്തെ ശ്ലോകം. മൂഢഗ്രാഹേണാത്മനോ യത് പീഡയാ ക്രിയതേ തപ പരസ്യ ഉത്സാദനാർത്ഥം വാ തത്താമസം ഉദാഹൃതം. താമസമായ തപസ് എന്താണ്? മൂഢഗ്രാഹേണ, അവർക്ക് അറിവില്ല ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്നുള്ളത്. ആരെങ്കിലും പറഞ്ഞു കൊടുത്താലും കേൾക്കില്ല. നല്ല നല്ല എത്രയോ പ്രഭാഷണങ്ങൾ ഈ ഓൺലൈനിലായിട്ട് വരുന്നുണ്ട്, അതൊന്നും കേൾക്കാനോ അതിനെക്കുറിച്ച് മറ്റുള്ളവർ കേൾക്കണത് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. എന്താ ഏത് നേരം ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് ചിലപ്പോൾ ചോദിച്ചേക്കാം. അല്ലെങ്കിൽ അതുപോലെയുള്ള സദ്ഗ്രന്ഥങ്ങൾ വായിക്കില്ല. അങ്ങനെയൊന്നും ചെയ്യാതിരുന്നാൽ പിന്നെ എങ്ങനെയാ അറിവുണ്ടാവുക? അവരെയാണ് മൂഢന്മാരെ എന്ന് പറയുക. മൂഢബുദ്ധിയാണ് അവരുടെ. അവരറിയുന്നില്ല അവർ തെറ്റായ വഴി കൂടിയാണ് പോണത് എന്നുള്ള കാര്യം. അങ്ങനെ ഉള്ള ആൾക്കാരെ പീഡയ, സ്വന്തം ശരീരത്തിനെയും പീഡിപ്പിക്കും, മറ്റുള്ളവരെയും ബുദ്ധിമുട്ടിക്കും, മറ്റുള്ളവരെ ദ്രോഹിക്കാനാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടം. ക്രിയതേ തപ, അവര് ചെയ്യുന്നത് അങ്ങനെയുള്ള ആ തപസ്, അവരുടെ ആ പ്രവൃത്തികള് പരസ്യ ഉത്സാദനാർത്ഥം, ചിലപ്പോൾ അവരുടെ പ്രവൃത്തികള് മറ്റുള്ളവരെ ദ്രോഹിക്കണം എന്ന് വെച്ചിട്ട് തന്നെ ആയിരിക്കും. തത്താമസം ഉദാഹൃതം, അതിനെയാണ് താമസം തപസ് എന്ന് പറയുക. ഇങ്ങനെ ബുദ്ധിമുട്ടി തപസ് ചെയ്യാനൊന്നും ഒരിക്കലും ഭഗവാൻ പറഞ്ഞിട്ടില്ല. ചുറ്റുഭാഗത്തും അഗ്നി കൂട്ടിയിട്ട് അതിൻ്റെ നടുക്കിൽ നിന്നിട്ടൊന്നും തപസ് ചെയ്യാൻ പാടില്ല, അത് ശരീരത്തിനെ പീഡിപ്പിക്കുകയാണ്. അതേപോലെ മൂഢനായിട്ട് നിൽക്കണ ഭാഗം വെട്ടിക്കളയും, താഴ്ത്തു വീഴുന്നുള്ള ഒരു ചിന്തയില്ലാണ്ട്. അതൊക്കെയാണ് താമസമായിട്ടുള്ള തപസ്. 20ാമത്തെ ശ്ലോകം.
ഇനി ദാനത്തിനെ കുറിച്ചാണ് പറയണത്. അപ്പൊ ഇനി ആഹാരം പറഞ്ഞു, യജ്ഞം പറഞ്ഞു, തപസ് പറഞ്ഞു. ഇനി ദാനം, 3 തരത്തിലുള്ള ദാനമുണ്ട്. ദാതവ്യം ഇതി യദ്ദാനം ദീയതേ അനുപകാരിണേ ദേശേ കാലേ ച പാത്രേ ച തദ്ദാനം സാത്വികം സ്മൃതം. ഇത് ഞാൻ ദാനമായിട്ട് കൊടുക്കുകയാണ്, ഇതെനിക്ക് തിരിച്ചു കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് അതിന് പകരം എന്തെങ്കിലും ഒരു കാര്യം അയാളെ കൊണ്ട് സാധിക്കാനുണ്ട് എന്ന് വിചാരിച്ച് ചെയ്യരുത്. ദാതവ്യം, ഇതെന്റെ കടമയാണ് എന്ന് വിചാരിച്ചിട്ട് ചെയ്യണം. ദാനം ചെയ്യുന്ന കാര്യം എനിക്ക് ഭഗവാനോട് ചെയ്യാനുള്ള ഒരു കടമയാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ കയ്യിലുള്ള സമ്പത്തിന്റെ പകുതി ഭാഗം കൊടുക്കണം എന്നാണ് പ്രഭുപാദർ പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഭാഗം എന്തായാലും കൊടുത്തിരിക്കണം, അപ്പോഴേ ബാക്കിയുള്ള സമ്പത്ത് ശുദ്ധമാവുകയുള്ളൂ. തീർച്ചയായിട്ടും നമ്മളിപ്പോ ഒരു ഹോട്ടലിൽ കയറി അല്ലെങ്കിൽ ഒരു തുണിക്കടയിൽ കയറി ഇത്രമാത്രം പൈസയാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. ഒരാളൊരു 10 രൂപ ഇന്ന ആൾക്ക് ചികിത്സിക്കാനാണ് പറഞ്ഞ് കൈ നീട്ടിയാൽ നമ്മൾ പറയും അതൊന്നും തരാൻ പറ്റില്ല എന്ന് പറയും. അത് ചെയ്യരുത്. അങ്ങനെ അത് എൻ്റെ കൊടുക്കാനുള്ളത് എൻ്റെ കടമയാണ് എന്ന് വിചാരിച്ചിട്ട് വേണം കൊടുക്കാൻ. ദീയതേ അനുപകാരിണേ, അത് അനുപകാരത്തിന് വേണ്ടിയിട്ടല്ല, തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടല്ല അങ്ങനെ ചെയ്യേണ്ടത്. അല്ലെങ്കിലും ഇത് അവരുടെ പണമാണ്, ഇത് എന്നെ സൂക്ഷിക്കാൻ ഭഗവാൻ ഏൽപ്പിച്ചിട്ടുള്ളതാണ് എന്ന ഭാവത്തിൽ വേണം കൊടുക്കാൻ. ഭഗവാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, സ്തേനൻ, കള്ളനാണ് അവൻ. ആര്? മറ്റുള്ളവർക്കും കൂടിയും കൊടുക്കാനാണ് നമ്മളുടെ കയ്യിൽ ഭഗവാൻ സൗകര്യങ്ങളും ധനവും ഒക്കെ തന്നിട്ടുള്ളത്. അത് ചെയ്യാതെ അവർക്ക് അർഹതപ്പെട്ടതും കൂടെ നമ്മൾ സൂക്ഷിച്ചു പിടിച്ചു വെച്ചേക്കുകയാണെങ്കിൽ അത് വേറെ വഴിക്ക് ചെലവായി പോകും. അങ്ങനെയുള്ള ആൾക്കാരെയാണ് കള്ളന്മാര് എന്ന് പറയുന്നത്. അപ്പം എന്ത് വേണം? ദീയതേ അനുപകാരിണി, തിരിച്ചു കിട്ടുക എന്നതിന് വേണ്ടിയിട്ടല്ലാതെ വേണം കൊടുക്കാൻ. പണ്ട് നൃഗരാജാവിന്റെ കഥ നമ്മൾ പറഞ്ഞതല്ലേ. പശുക്കളെ ദാനം ചെയ്തു, ഏറ്റവും മെലിഞ്ഞ് എല്ലുന്തിയിട്ടുള്ള പശുക്കളെ ദാനം ചെയ്തതാണ് നചികേതസിന്റെ അച്ഛൻ. അപ്പൊ നചികേതസിന് ദേഷ്യം വന്നിട്ട് ചോദിച്ചു, എന്താണ് അച്ഛാ ഇങ്ങനത്തെ ദാനം ചെയ്യണത്? ഈ കൊണ്ടുപോണ ബ്രാഹ്മണന്മാർക്ക് അതിനെ വളർത്താനും സംരക്ഷിക്കാനും പാല് കറന്നെടുക്കാനും ആ പാല് വിറ്റിട്ട് അവർക്ക് സുഖമായിട്ട് ജീവിക്കാനല്ലേ ഈ കൊടുക്കണത്. അതിന് പകരം ഇങ്ങനെ എല്ലുന്തി ശോഷിച്ച പശുക്കളെ കൊടുത്താലോ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഞാൻ എല്ലാത്തിനെയും കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ കുട്ടി ചോദിച്ചു, എന്നെ ആർക്കാണ് കൊടുക്കണത് എന്ന്? അപ്പൊ നിന്നെ ഞാൻ കാലന് കൊടുക്കുന്നു പറഞ്ഞു. ആ പറഞ്ഞ നിമിഷം ഈ കുട്ടി കാലന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു എന്നൊക്കെ ഉള്ളതാണ് നചികേതസിന്റെ കഥ, കഠോപനിഷത്തിന്റെ കഥ. അവിടെ നിന്ന് പിന്നെ ആത്മാവിനെ കുറിച്ച് യമൻ ഈ കൊച്ചു കുട്ടിക്ക് ഉപദേശിക്കണതാണ്. അതിന്റെ കുറേ അധികം ഭാഗങ്ങൾ ഈ ഭഗവത്ഗീതയിലുണ്ട്. അതുപോലെ തന്നെ നൃഗരാജാവ് അദ്ദേഹം ശരിക്കുള്ള ദാനം തന്നെയായിരുന്നു, പക്ഷെ അറിയാതെ ഒരു ബ്രാഹ്മണനെ മനസ്സിന് വിഷമിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് ഓന്തായിട്ട് ജനിച്ചു. പിന്നെ അത് ഭഗവാന്റെ കൃപ കൊണ്ട് ഭഗവാന്റെ കൈകൊണ്ടുള്ള സ്പർശനം ഏൽക്കുകയും തിരിച്ച് നൃഗരാജാവായിട്ട് ഗന്ധർവനായിട്ട് മാറാനും സാധിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ദാനം അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല, ഇത് എൻ്റെ കടമയാണ്, ഇത് അവരുടെ തന്നെയാണ്, ഞാൻ സൂക്ഷിച്ചു ഇത്ര കാലന്നേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് വേണം കൊടുക്കാൻ. ദേശേ കാലേച്ച പാത്രേച്ച, വാങ്ങുന്ന ആള് ഇത് അർഹിക്കുന്നവനാണോ അതോ എന്നെ പറ്റിക്കാൻ വന്നിട്ടുള്ളതാണോ എന്ന് നോക്കണം. ഇതുകൊണ്ട് പോയിട്ട് സിഗരറ്റ് വലിക്കുകയോ കള്ളു കുടിക്കുകയോ ചെയ്യുന്നവർക്ക് ഒരിക്കലും ദാനം കൊടുക്കരുത്. നമുക്ക് ഏകദേശം അറിയണല്ലോ, അങ്ങനെ നല്ല ദാനം മാത്രം കൊടുക്കാം. ദേശേ കാലേച്ച പാത്രേച്ച, സൽപാത്രത്തിൽ വേണം ദാനം ചെയ്യാൻ. തദ്ദാനം സാത്വികം സ്മൃതം, വേണ്ട സ്ഥലത്ത് വെച്ചിട്ട് വേണ്ട സന്ദർഭത്തിൽ വെച്ചിട്ട് വാങ്ങുന്ന ആളുടെ അർഹത നോക്കിയിട്ട് ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ വേണം, എൻ്റെ കർത്തവ്യം എന്ന ബോധത്തോടെ പ്രതിഫലേച്ഛ കൂടാതെ ഉചിതമായ സ്ഥലത്ത് വെച്ച്. ഇപ്പം നമ്മളുടെ നന്ദഗോപര് കുട്ടിയുടെ പിറന്നാൾ വന്നപ്പോ അത് ഉചിതമായ സ്ഥലമാണ്, ഉചിതമായ സമയമാണ്. അവിടെ അന്നുണ്ടായിരുന്ന എല്ലാവർക്കും വസ്ത്രവും ധനവും ഒക്കെ ദാനം ചെയ്തു.
അതുപോലെ നമ്മളുടെ വീട്ടിൽ മംഗളമായിട്ടുള്ള കർമ്മങ്ങൾ നടക്കുമ്പോൾ, വിവാഹം പോലെയുള്ളതൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സന്തോഷം ഇല്ലാത്തവരും കൂടി അനുഭവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യണം. അതാണ് പറഞ്ഞത്. ദേശേ കാലേ ച പാത്രേ ച വേണം സാത്വികമായിട്ടുള്ള ധർമ്മം ചെയ്യാനായിട്ട്. കൃഷ്ണന്റെ ആ പേരിടലിന്റെ ഒക്കെ സമയത്ത് ധാരാളം സ്വർണമായിട്ടും പശുക്കളായിട്ടും ഒക്കെ നന്ദഗോപര് ദാനം ചെയ്തിട്ടുണ്ട്. 21ാമത്തെ ശ്ലോകം. യത്തു പ്രത്യുപകാരാർത്ഥം ഫലം ഉദ്ദിശ്യ വാ പുനഃ ദീയതേ ച പരിക്ലിഷ്ടം തദ്ദാനം രാജസമുച്യതേ രാജസംസ്മൃതം. പ്രത്യുപകാരം ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ വന്നിട്ട് എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു, എന്നാ നീ എൻ്റെ പറമ്പൊക്കെ ഒന്ന് കിളക്കി എന്നിട്ട് ഞാൻ തരാം, അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലത്തെ ജോലി ചെയ്യും, അപ്പൊ അത് ദാനമല്ല. അങ്ങനെ ചെയ്യുന്നതിന് രാജസമായിട്ടുള്ള കാര്യം എന്നാണ് പറയാ. ഫലം ഉദ്ദേശിച്ചുകൊണ്ടോ ഒരാൾക്ക് ഒരു ഭക്ഷണത്തിന്റെ കിറ്റ് കൊടുക്കുമ്പോഴേക്കും അത് ഫോട്ടോ എടുത്തിട്ട് പരസ്യപ്പെടുത്തുക, അതൊന്നും ചെയ്യരുത്. പൂർണ്ണ സമ്മതമില്ലാതെ ഒരാൾ വന്ന് ഇങ്ങനെ ചോദിക്കുമ്പോ പോക്കറ്റിൽ ഇഷ്ടം പോലെ പണം ഉണ്ടാവും, എന്നാലും വളരെ ബുദ്ധിമുട്ടി അതിന് ഏറ്റവും ചെറിയ ഒരു നോട്ട് 10 രൂപ കിട്ടുമെങ്കിൽ അത് എടുത്തിട്ട് ഒരു മനസ്സിന്റെ ഒരു സമ്മതക്കുറവോട് കൂടി കൊടുക്കുന്ന ആ ദാനമുണ്ടല്ലോ, അതാണ് രാജസമായിട്ടുള്ള ദാനം. 22. അദ്ദേശകാലേ യദ്ദാനം അപാത്രേഭ്യശ്ച ദീയത അസത്കൃതം അവജ്ഞാതം തത്താമസമുദാഹൃതം. ഇനി താമസം എന്ന് പറഞ്ഞിട്ടുള്ള ആ താമസിക സ്വഭാവികൾക്ക് കൊടുക്കുന്നതായ ദാനം എങ്ങനെയാണ്? ഉചിതമല്ലാത്ത കാലത്ത്, അവിശുദ്ധമായ സ്ഥലത്ത്, അനർഹരായവർക്ക് നൽകുന്ന ദാനമാണ്. അല്ലെങ്കിൽ യാതൊരു ആദരവും കൂടാതെ അവജ്ഞയോടെ നൽകപ്പെടുന്നതും താമസം എന്ന് പറയുന്നു. നമ്മൾ ഇട്ടിട്ട് നമുക്ക് മതിയായിട്ടുള്ള വസ്ത്രമായിരിക്കാം, അതിനെ അവിടെ വീണ്ടും കുറെ കാലം കഴിയുമ്പോൾ ഇഷ്ടാവും വിചാരിച്ചെടുത്ത് വെക്കാതെ അത് വൃത്തിയായി കഴുകി ഉണക്കി തേച്ച് ഒരു കവറിലൊക്കെ ഇട്ടിട്ട് കൊടുത്തു നോക്കൂ, എത്രയോ വലിയൊരു കാര്യമാണത്. അല്ലാതെ അത് ആകെ ചടിയായി ചുളിഞ്ഞ് നാശമായിട്ട് അങ്ങനെ എറിഞ്ഞു കൊടുക്കുക, അതൊരിക്കലും അങ്ങനെയല്ല ചെയ്യേണ്ടത്. അനർഹരായവർക്ക് നൽകരുത്. അപ്പൊ ഈ കുട്ടിക്കൊന്നും വീട്ടിൽ നിന്നായാലും എന്തായാലും പൈസയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, അവരുടെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുത്താൽ മതി. അങ്ങനെ അധികമായിട്ടുള്ള ധനം കയ്യിൽ വരുമ്പോഴാണ് കുട്ടികൾക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ തോന്നുന്നത്. അത് ചൂഷണം ചെയ്യാനായിട്ട് അവരുടെ സ്കൂളിൻ്റെ അടുത്തുള്ള ആൾക്കാരും കടക്കാരും ഇപ്പൊ എന്താ ലഹരി മിഠായി വരെ വിൽക്കണമെന്നല്ലേ, അത് അവർക്ക് തന്നെയും അവരുടെ നാടിനും വീടിനും ഒക്കെ കണ്ണുനീരാണ് കൊടുക്കുന്നത്. പിന്നെ അവരെ തിരിച്ചിങ്ങോട്ട് കിട്ടണമെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ അച്ഛനും അമ്മയായാലും ശരി അനാവശ്യമായിട്ടുള്ള പണം കുട്ടിക്ക്, ചെറിയ കുട്ടികൾക്ക് കൊടുക്കരുത്. അതുപോലെ ഇപ്പൊ കള്ളു കുടിക്കും അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കും എന്ന് മനസ്സിലായിട്ടുള്ള ആൾക്കാർക്ക് ഒരിക്കലും ധനം കൊടുത്ത് സഹായിക്കരുത്. ഐ നീഡ് മണി ഫോർ വീഡ്, എനിക്ക് ചീത്ത കാര്യങ്ങൾ ചെയ്യണം അതിന് പണം വേണം എന്ന് പറഞ്ഞാല് കൊടുക്കരുത്. അതൊക്കെ താമസമായിട്ടുള്ള ദാനമാണ്. ദാനമാണ് കഴിയുന്നു, നമ്മളുടെ കയ്യിലുള്ളത് അങ്ങോട്ട് കൊടുക്കണ്ടല്ലോ. പക്ഷെ അത് ഏറ്റവും ആദരവോട് കൂടിയിട്ട് വേണം കൊടുക്കാൻ. എനിക്ക് ഇത്രയല്ലേ തരാൻ പറ്റിയുള്ളൂ എന്നുള്ള ആ ഒരു വിഷമത്തോടു കൂടി വേണം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദാനം ചെയ്ത് അതിൻ്റെ ആ പുണ്യം എനിക്ക് എടുക്കാനായിട്ട് സഹായിച്ചൂലോ ഭഗവാൻ എന്ന് വിചാരിച്ചിട്ട് വേണം കൊടുക്കാൻ. നമ്മള് ഈ മഹാഭാരതത്തിലെ രാജസൂയം നടത്തുകയാണ് ധർമ്മരാജാവ്, ധർമ്മപുത്രര് യുധിഷ്ഠിരൻ രാജസൂയ അതിഗംഭീരമായിട്ട് ധനം, ഹിമാലയത്തിന്റെ ചെരുവുകളിൽ പണ്ടൊരു മരുത്തൻ എന്ന് പറഞ്ഞ രാജാവ് കുഴിച്ചിട്ടേക്കായിരുന്നു. അത്ര ടൺ കണക്കിനുള്ള സ്വർണം അതൊക്കെ കൊണ്ടുവന്നിട്ട് വേണ്ടത്ര ചിലവഴിച്ച് ഏറ്റവും നല്ല നിലയിൽ രാജസൂയം നടത്തി എല്ലാവർക്കും വാരിക്കോരി ധനവും സമ്പത്തും ഒക്കെ കൊടുത്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് മനസ്സിനൊക്കെ തൃപ്തിയായിട്ടിരിക്കുന്ന സമയത്താണ് ഒരു കീരി, ഞാൻ പറഞ്ഞിട്ടുണ്ടോ അത് ഇല്ലയെന്ന് വിചാരിക്കുന്നു, കീരി വന്നിട്ട് അവിടെ കിടന്ന് ഉരുളും. അപ്പൊ ഇതെന്തായി കാണിക്കണേന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഞാനേ ഇവിടെ പുണ്യം നല്ലോണം ഉണ്ടോന്ന് നോക്കുകയാണ്.
അപ്പൊ അവിടെ കൂടിയിരുന്നവര് പറഞ്ഞു, പിന്നെ പുണ്യം ഇല്ലാണ്ടോ എത്ര 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 ധനമാണ് ഇവിടെ നിന്ന് കൊടുത്തത്, എത്ര അധികം ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്തു, എത്ര നേരം നാമങ്ങളും സ്തോത്രങ്ങളും ഒക്കെ ഇവിടെ ആലപിച്ചു, എന്നിട്ട് ഇവിടെ പുണ്യമില്ല എന്നോ എന്ന് പറഞ്ഞു. അപ്പൊ കീരി പറഞ്ഞു, പുണ്യമൊക്കെ ഉണ്ട്, എന്നാലും വേണ്ടത്ര പുണ്യം ആയിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ ആ കീരിയുടെ ശരീരത്തിന്റെ ഒരു ഭാഗം സ്വർണമായിട്ടുണ്ട്, സ്വർണ്ണ നിറം കൊണ്ട് ഇങ്ങനെ വെട്ടിത്തിളങ്ങാണ്. അപ്പൊ പറഞ്ഞു, കണ്ടോ ഈ ഭാഗം, ഇത് ഞാൻ ഒരു പാവപ്പെട്ട ദരിദ്രനായിട്ടുള്ള ഒരു ആളുടെ വീട്ടിൽ പോയപ്പോഴാണ് എൻ്റെ ഈ ശരീരത്തിന്റെ ഈ ഭാഗം സ്വർണ്ണ നിറമായത്. കാരണം അയാൾക്ക് എരന്നിട്ടാണ്, ഭിക്ഷ യാചിച്ചിട്ടാണ് അയാൾക്ക് കുറച്ച് അരി കിട്ടിയത്. അത് വേവിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആർത്തിയോട് കൂടിയിട്ട് ആ കഞ്ഞി കുടിക്കാൻ നോക്കുമ്പോഴാണ് ഒരു പാവപ്പെട്ട ആള് വന്നിട്ട് ഭക്ഷണം ചോദിച്ചത്. അപ്പൊ അയാൾ അതിന്റെ പകുതി ആ ആൾക്ക് കൊടുത്തു. ബാക്കി പകുതി കഴിക്കാൻ നോക്കുമ്പോഴാണ് വിശന്ന് വലഞ്ഞ ഒരു പട്ടി, വല്ലാതെ അതിനെ കാണുമ്പോ തന്നെ വിഷമം തോന്നും. അങ്ങനെ ഉള്ള ആ പട്ടി വന്നപ്പോ ഇയാൾ എന്ത് ചെയ്തു, അതും ആ പട്ടിക്കും കൊടുത്തു, വെള്ളം മാത്രം കുടിച്ചു. അങ്ങനെയുള്ള ആ ദാനം ചെയ്ത സ്ഥലത്ത് ഞാൻ വെറുതെ ഒന്ന് ഉരുണ്ടു നോക്കിയപ്പോ എന്റെ ശരീരം ഇതാ പകുതി സ്വർണ്ണായി. ഇനി ആ പകുതിയും കൂടി സ്വർണ്ണാക്കാൻ ഇവിടുന്ന് പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്, പക്ഷെ ആയില്ലല്ലോ എന്ന് പറഞ്ഞു. അത്ര വിശേഷമാണ് ദാനം ചെയ്യുക. നമുക്ക് ഉള്ളതിന്റെ ഒരു ഭാഗം കൊടുക്കണം. മറ്റേത് മരുത്തൻ സൂക്ഷിച്ചു വെച്ച ധനാണ്, ഇവരെടുത്തു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ല, ദാനം ചെയ്യണം, അതിന്റെ ഫലം ഇതേ നല്ലതാണ്. ഇപ്പം ഏകാദശി പോലുള്ള ദിവസമൊക്കെ നമ്മൾ ഭക്ഷണം ഉപേക്ഷിക്കും അല്ലെ, അപ്പൊ അതിന് നമുക്ക് കുറച്ച് പണം ബാക്കി കിട്ടൂലേ, അതൊന്നും കുറച്ച് നമ്മൾ ദാനം ചെയ്യണം. നമ്മുടെ വീട്ടിൽ സഹായിക്കാൻ വരണ കുട്ടിക്ക് അന്ന് നമ്മൾ ഉപയോഗിക്കാനിരുന്ന പച്ചക്കറി അതിന് കൊടുക്കാം. ഇതൊക്കെ എത്രയോ വലിയൊരു ദാനാണ്. അങ്ങനെയല്ലാതെ അദേശകാലേ യദ്ദാനം അപാത്രേഭ്യശ്ച ദീയതേ, ദീയതേ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നു, അസത്കൃതം ദേഷ്യത്തോടെ കുറെ നേരം അതിലോ നിൽക്കുന്നു, എന്നാ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ എറിഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യരുത്. അജ്ഞതയോടുകൂടി നിൽക്കുന്ന, അവജ്ഞയോടുകൂടി വെറുപ്പോടുകൂടി കൊടുക്കുന്നത്, അതൊക്കെ താമസമായിട്ടുള്ള ദാനമാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, അത് വലിയ പാപമാണ്. 23 ഓം തത് സത് ഇതി നിർദ്ദേശോ ബ്രാഹ്മണ ത്രിവിധ സ്മൃത ബ്രഹ്മണാസ്തേന വേദാശ്ച യജ്ഞാശ്ച വിഹിതാ പുരാ. പണ്ട് മുതലേ ഉള്ള പ്രധാനപ്പെട്ട 3 വാക്കുകളാണ്, മന്ത്രതുല്യമായ വാക്കുകളാണ് ഓം തത് സത് എന്നുള്ള ആ 3 വാക്കുകൾ. സൃഷ്ടിയുടെ ആരംഭം മുതലേ ഭഗവാനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന 3 വാക്കുകളാണ് ഓം തത് സത്. പ്രതീകാത്മകമാണ്, ഭഗവാന്റെ പ്രതീകമാണ് ഈ വാക്കുകൾ. അത് വേദം ഉച്ചരിക്കുമ്പോഴും ഒക്കെ ഓം തത് സവിതുർവരേണ്യം, ഓം എന്നുള്ളത് ചേർത്തിട്ടാണ് നമ്മൾ നമഃശിവായ ചെല്ലുമ്പോഴും പറയില്ലേ. അങ്ങനെ പല മന്ത്രങ്ങളും ചെല്ലുമ്പോ ഓം എന്നുള്ളത് അതിന്റെ കൂടെ ഉച്ചരിക്കും. പരമപുരുഷന്റെ, ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഈ 3 അക്ഷരങ്ങൾ ഓം തത് സത് എന്നുള്ള ആ വളരെ ഊർജം നൽകുന്നതായിട്ടുള്ള പുണ്യപ്രദങ്ങളായിട്ടുള്ള ആ 3 വാക്കുകൾ ഉച്ചരിച്ചു കൊണ്ടുവേണം എന്തും ചെയ്യാനായിട്ട്. യാഗത്തിന്റെ കർമ്മങ്ങളുടെയൊക്കെ തുടക്കത്തിലും അവസാനത്തിലും ഇത് ചൊല്ലാറുണ്ട്, ഓം തത് സത് എന്ന് പറഞ്ഞിട്ട് വേണം ദാനം കൊടുക്കാൻ പോലും. ഓം തത് സത്, ആ 3 വാക്കാണ് ആദ്യത്തെ ഒരു വാക്കിലുള്ളത് കേട്ടോ. തൽസദിതി എന്ന് പറഞ്ഞ തത് സത്, ഓം ആദ്യം വന്നിട്ടുണ്ട്. ഓം തത് സത് ഇതി, ഇപ്രകാരം നിർദ്ദേശോ പറഞ്ഞിട്ട് വേണം ബ്രഹ്മണ ത്രിവിധ സ്മൃത, എപ്പോഴും ബ്രഹ്മത്തിനെ ഭഗവാനെ സ്മരിക്കുമ്പോൾ നാമം ചെല്ലായിരിക്കുന്നതിന് മുമ്പ് ചൊല്ലിക്കോളൂ ഓം തത് സത്. നമസ്കരിക്കുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും അങ്ങനെ ചെല്ല ഓം തത് സത്. അത് പരമപുരുഷന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഓം തത് സത് എന്നുള്ള ഈ 3 വാക്കുകൾ. 24ാമത്തെ ശ്ലോകം. തസ്മാത് ഓം ഇത്യുദാഹൃത്യ യജ്ഞദാന തപക്രിയ
പ്രവർത്തന്തെ വിധാനോക്ത സതതം ബ്രഹ്മവാദിനാം. തസ്മാത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്, വൈദിക നിയന്ത്രണങ്ങൾ അനുസരിച്ച് യജ്ഞം, ദാനം, തപസ്, ഇപ്പൊ ഈ പറഞ്ഞ 3 കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കുന്ന ആൾക്കാർ പരമപുരുഷനെ പ്രാപിക്കുന്നതിനായി എപ്പോഴും ഓം എന്ന വാക്കോട് കൂടിയാണ് എല്ലാം ആരംഭിക്കുന്നത്. ഏത് പ്രഭാഷണമാവട്ടെ, നല്ല ആധ്യാത്മിക ക്ലാസ്സുകളാവട്ടെ, ഒക്കത്തിൻ്റെയും തുടക്കത്തിൽ ആചാര്യൻ ഓം പറയില്ലേ, അതേപോലെ ഒക്കെ കഴിഞ്ഞ് നിർത്തുമ്പോഴും അതുപോലെ തന്നെ ഓം ശാന്തി 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 എന്ന് പറയും. അത്ര പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഓം. അതില് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരുടെ ഒക്കെ സാന്നിധ്യമുണ്ട്. നമ്മളുടെ ശരീരത്തിലെ ഓരോ കോശവും വേണ്ടതുപോലെ ഓംകാരം ചൊല്ലുകയാണെങ്കിൽ അതിങ്ങനെ സ്പന്ദിക്കും എന്നാണ്. നമുക്ക് പ്രകൃതിയുടെ ഒരു അനുഗ്രഹം കിട്ടും. രാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റിരുന്നിട്ട് ശരീരമൊക്കെ ശുദ്ധിയാക്കിയിട്ട് ഓംകാരം ജപിച്ച് നോക്കൂ. അത് വളരെ വലിയ ഒരു കാര്യമാണ്. ഓം അങ്ങനെ ജപിക്കുക. അതിങ്ങനെ ഓം അവസാനം ഒരു മൂളൽ കുറച്ചു നേരം ഇങ്ങനെ നമ്മളുടെ കോശങ്ങളൊക്കെ അങ്ങനെ സ്പന്ദിക്കാൻ തുടങ്ങും. 25ാമത്തെ ശ്ലോകം. താദിത്യനാഭിസന്ധായ തദ് അഭിസന്ധായ തദ് എന്ന പദത്തിനോട് കൂടി വേണം ഫലം യജ്ഞതപക്രിയ ദാനക്രിയാശ്ച വിവിധ ക്രിയന്തേ മോക്ഷകാംക്ഷിഭി. തദ് എന്നാണ്. തദ് ഇത്തി അനാഭിസന്ധായ. തദ് എന്ന് ഉച്ചരിച്ചിട്ട് വേണം യജ്ഞവും ദാനവും തപസ്സും ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താല് ഭൗതികതയിൽ നിന്നും ഉള്ള മുക്തി ലഭിക്കും. നേരത്തെ ഓം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അത് ഭഗവാന്റെ പ്രീതി നൽകുന്ന വാക്കാണ് ഓം എന്നുള്ളത്. തത് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ദാനം ചെയ്യുമ്പോൾ, യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ അങ്ങനെ ആ തത് എന്നുള്ള ആ കാര്യം പറഞ്ഞാല് എന്താണ് ഉണ്ടാവുക? ഭൗതിക ബന്ധങ്ങളിൽ നിന്നുള്ള മുക്തിയാണ് അങ്ങനത്തെ പ്രവൃത്തികൾ കൊണ്ട് കിട്ടുന്നത്. തത് എന്ന് ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് മോക്ഷം ആഗ്രഹിക്കുന്നവര് ദാനം, ക്രിയ എന്ത് ചെയ്യുമ്പോഴും ആ ഭഗവാന്റെ അംശമായിട്ടുള്ള തത് എന്ന ആ വാക്കിനെ പറഞ്ഞുകൊണ്ട് ചെയ്യണം. തത്വം അസി എന്ന് പറയുന്നതിലുണ്ട് തത് എന്നുള്ളത്. അങ്ങനെ പരമാത്മാവിൻ്റെയാണ് ഇതെല്ലാം എന്ന വിധത്തില് തത്ത് അവിടത്തെയാണ് എന്ന് വിചാരിച്ചിട്ട് കൊടുക്കണം. അപ്പോ ഭൗതികതയിൽ നിന്നും നമ്മളെ മെല്ലെ മെല്ലെ ഭഗവാൻ തന്നെ അകറ്റും. 26ാമത്തെ ശ്ലോകം. സത്, ഓം പറഞ്ഞു, തത്ത് പറഞ്ഞു, ഇനി സത്താണ്. ഓം തത് സത്തിലെ സത്ത്. സത് ഭാവേ സാധുഭാവേ സത് ഇത്യേതത് പ്രയുജ്യതേ പ്രശസ്തേ കർമ്മണി തഥാ സത് ശബ്ദ പാർത്ഥയുജ്യതേ. സത് ശബ്ദാണ് കേട്ടോ, സച്ഛബ്ദം എന്നവിടെ അവസാനം വന്നിട്ടുള്ളത്. സദ്ഭാവേ സാധുഭാവേ ച. നമ്മള് ആ സത്ത് എന്നുള്ള ആ സാത്വികമായ ഭാവത്തോടു കൂടി വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. സത്തുണ്ട്, അസത്തുണ്ട്. സത് ഇത്യേതത് പ്രയുജ്യതേ. സത്ത് എന്നും കൂടി ഉച്ചരിക്കുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. സത്ത് എന്നുള്ള വാക്ക് യജ്ഞത്തിനെ സൂചിപ്പിക്കുന്നു. സത്ത്, ആ യജ്ഞം ചെയ്യുന്ന ആളെയും സത്ത് എന്ന് പറയും. നിരപേക്ഷ സ്വഭാവം അനുസരിച്ചുള്ള മറ്റു പ്രവൃത്തികളെ പോലെ ഭഗവത് പ്രസാദത്തിന് വേണ്ടി ചെയ്യുന്ന യജ്ഞമായാലും ദാനമായാലും തപസ്സായാലും ഒക്കെ ഈ ഓം എന്നും തത് എന്നും പോലെ തന്നെ സത് എന്നും ഉച്ചരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. 27. യജ്ഞേ തപസി ദാനേ ച സ്ഥിതി സത് ഇതി ചോദ്യതേ കർമ്മ ചൈവ തദർത്ഥീയം സത് ഇത്യേവാഭിധീയതേ. ആധ്യാത്മികമായിട്ട് നമ്മൾ ചെയ്യുന്ന സകല കർമ്മങ്ങളും സത്കർമ്മങ്ങൾ തന്നെയാണ്. സത്ത് എന്നുള്ള അക്ഷരം കൂട്ടിച്ചേർക്കുമ്പോൾ നല്ലത്, കൂടുതൽ നല്ലത് എന്ന് വരില്ലേ.
സൽക്കർമ്മം, സജ്ജനം, സത്പ്രവൃത്തി, അങ്ങനെയുള്ള ആ ഒരു ഭഗവാന്റെ അംശമായിട്ടുള്ള വാക്ക് തന്നെയാണ് സത്ത് എന്നുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് ഭഗവാന്റെ പൂജകളൊക്കെ ചെയ്യുമ്പോൾ ഓം, ഇപ്പൊ നമ്മൾ ഭാഗവതം വായിക്കാൻ എടുക്കുകയാണെങ്കിലും ആദ്യം അങ്ങനെ ഓം തത് സത് എന്ന് പറഞ്ഞിട്ട് വായിക്കാം. നിർത്തുമ്പോഴും അതുപോലെ തന്നെ ആ 3 വാക്കും ഉച്ചരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. തപസ്സായാലും ദാനമായാലും യജ്ഞമായാലും ഒക്കെ സത്ത് പ്രവൃത്തികൾ തന്നെയാണ്. ഇനി 28ാമത്തെ ശ്ലോകം, ഈ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം. അശ്രദ്ധയാ ഹുതം ദത്തം തപ്തം കൃതം ച യത് അസത് ഇതി ഉച്യതേ പാർത്ഥ നച തത് പ്രേത്യനോ ഇഹ. ഭഗവാനിൽ വിശ്വാസം കൂടാതെ ചെയ്യുന്ന യജ്ഞം, ദാനം, തപസ് മുൻപ് പറഞ്ഞുല്ലോ, അവരവരുടെ കേമത്തം കാണിക്കാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സത്തല്ല. അതൊക്കെ എന്താണ്? അസത്താണ്. ക്ഷണികങ്ങളായ ചെയ്യുമ്പോഴുള്ള ഒരു സന്തോഷം ചിലപ്പോൾ ഉണ്ടായേക്കാം, പിന്നെ അത് നിലനിൽക്കില്ല. അതുകൊണ്ടാണ് അതിനെ ക്ഷണികം എന്ന് പറയുന്നത്. ഒരു ക്ഷണം മാത്രമേ നിലനിൽക്കുള്ളൂ. അത്തരം കർമ്മങ്ങൾ ഇഹലോകത്തിലും പരലോകത്തിലും നിഷ്പ്രയോജനമാണ്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ സമയമോ പണമോ ഒന്നും ചെലവഴിക്കേണ്ട ആവശ്യമേ ഇല്ല. അതുകൊണ്ട് ഭഗവാനോട് വിശ്വാസത്തോടു കൂടി വേണം നാമം ചെല്ലാൻ പോലും, അല്ലാണ്ട് ചൊല്ലിയിട്ടൊന്നും കാര്യമില്ല എന്ന് പ്രഭുപാദര് പറഞ്ഞിട്ടുണ്ട്. വെറുതെ സമയം പാഴാക്കലാണ് അത്. ഓരോ ചിന്തകളോട് കൂടിയിട്ട് ജപം പോലും പാടില്ല. പിന്നെ എന്താന്ന് വെച്ചാല് അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ മനസ്സ് അതിലേക്ക് വന്നോളും. അങ്ങനെയുള്ള ഒരു വേണമെന്നുണ്ടാവണം, എന്നാ പിന്നെ അത് ഗുണകരം തന്നെയാണ്. അല്ലാതെ അശ്രദ്ധമായിട്ട് എന്ത് കൊടുത്താലും എന്ത് തപസ് ചെയ്താലും ഒന്നും അതൊക്കെ അസത്താണ്, വേണ്ടാത്തതാണ്. അതില് സത്തില്ല, ഭഗവാന്റെ അംശം ഇല്ല എന്നറിയുക. അതുകൊണ്ട് തന്നെ എല്ലാതും വേണ്ട വിധത്തില് അനുഷ്ഠിച്ചാല് ഓം തത് സത് എന്നുള്ള ഭഗവാന്റെ കൃപയുള്ള 3 വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് അനുഷ്ഠിച്ചാല് ഇഹലോകത്തിലും പരലോകത്തിലും ഉന്നതിക്ക് അത് കാരണമായി തീരും. അശ്രദ്ധയാ ഹുതം ദത്തം, ഹുതം എന്ന് പറഞ്ഞ യാഗം, ഹോമം ഒക്കെ ചെയ്യുന്നത്. ദത്തം, ദാനം ചെയ്യുന്നത്. തപസ്, തപ്തം, കൃതം, എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഒക്കെ അശ്രദ്ധയോടുകൂടി ചെയ്യരുത്. അത് പ്രേത്യ നോ ഇഹ, പരലോകത്തിലും ഈ ലോകത്തിലും അത് കാര്യമില്ലാതാകും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഭഗവത് വിശ്വാസത്തോടുകൂടി വേണം എന്ത് ചെയ്യാനും പറയാനും പ്രവർത്തിക്കാനും ദാനം ചെയ്യാനും ഒക്കെ. കൂടാതെ ഈ ഓം തത് സത് എന്നുള്ള ഈ 3 വാക്കുകളും ഉച്ചരിക്കുകയും ചെയ്യണം. അതാണിപ്പോ ഈ അധ്യായത്തിൽ പറഞ്ഞിട്ട്. അങ്ങനെ ശ്രദ്ധാത്രയ വിഭാഗ യോഗം, സാത്വികം, രാജസം, താമസം എന്നുള്ള ആ 3 വിധത്തിലുള്ള ശ്രദ്ധകൾ ഏതാണ് എന്നാണ് നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞത്. ഇനി ഒന്നും കൂടി അധ്യായം വായിക്കുമ്പോൾ സാത്വികരുടെ എങ്ങനെയാണ് ആഹാരം, ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അവർ ദാനം ചെയ്യേണ്ടത്. രാജസന്മാര് കടുത്ത ചൂടുള്ള പൊള്ളുന്ന ചായ കുടിക്കുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഇത് രാജസല്ലേ, ഇതൊന്ന് ചൂടാറ്റിയിട്ട് കുടിക്കല്ലേ നല്ലത്. അങ്ങനെ പഴകിയ ഭക്ഷണം, അശുദ്ധിയായിട്ടുള്ള വസ്ത്രം, ശരീരം, ഇതൊക്കെ ആവുമ്പോൾ നമുക്ക് തോന്നും ഇത് മാറ്റാനല്ലേ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നാമം ചെല്ലാനിരിക്കുമ്പോഴൊക്കെ മനസ്സിലെങ്കിലും ഓം തത് സത് എന്ന് പറയുമ്പോൾ തന്നെ ആ ശ്രദ്ധ കൂടുതൽ മനസ്സിലേക്ക് കിട്ടിക്കോളും. അങ്ങനെ വേണം ചെയ്യേണ്ടത്. അപ്പോ ഭഗവാൻ കൂടുതൽ അതുകൊണ്ട് സന്തോഷിക്കും എന്ന് പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് നിർത്താം. അടുത്ത അധ്യായം ഭഗവത്ഗീതയിലെ അവസാനത്തെ അധ്യായമാണ്. മാത്രമല്ല ഇതുവരെയുള്ള 17 അധ്യായത്തിൻ്റെയും ഒരു സംഗ്രഹവും ഈ 18ാമത്തെ അധ്യായത്തിലുണ്ട്. നമുക്ക് അടുത്ത ആഴ്ച നോക്കാം. ഓം വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ.
हरे कृष्ण माता जी। हरे कृष्णा। हरे कृष्णा माता जी। हरे कृष्णा।